ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എന്ത് ഫീലാണോ അതാണ് ഞാൻ അന്ന് വായിച്ചു കഴിഞ്ഞാൽ ഒരു 3 ദിവസത്തെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ എഴുതിയ ഞാൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റൺ ടൈം അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്രഷ് റീഡർ തന്നെ വേണം. അപ്പോൾ ആസ് യൂഷ്വൽ എന്ത് എഴുതാലും അച്ഛനാണ് ആദ്യം വായിക്കാൻ കൊടുക്കാറ്. ഫസ്റ്റ് എപ്പിസോഡ് അച്ഛനെ വായിക്കാൻ കൊടുത്തു. ഞങ്ങളുടെ ഫിലിമോഗ്രഫിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തു. ഒരു ഒറിജിനൽ സാധനം പോലെ ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യുവാണ്. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം മനസ്സിൽ നിൽക്കണം, ഇങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്ക് വരുമല്ലോ. അങ്ങനെ ചെയ്തൊരു പ്രൊജക്റ്റ് ചെയ്തു. ഓക്കെ, നീ ചെയ്തോ, പക്ഷെ ദയവ് ചെയ്ത് അതിൽ സൂം ചെയ്തേ പോസ്റ്റ് ചെയ്തേ ഈ 2 ഡയലോഗുകൾ ആരും പറയരുത്. അഹമ്മദ്ക്ക് ഹോട്ട്സ്റ്റാർ കൊടുത്തിരുന്ന സമയം 1 മാസമായിരുന്നു. അതുകൊണ്ടാണോ ഈ 10 ദിവസത്തിനുള്ളിൽ തീർത്തത്? തീർന്നു പോയതായിരിക്കും. പൊതുവേ ഒരു സീരിയസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്മിറ്റ്മെന്റ് ആണ്. നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ടൈം മാറ്റി വെക്കണം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഓഫ് ലൈറ്റ് ആയിട്ട് വന്ന ഒരു സീരീസ് ഒറ്റ ഇരിപ്പിൽ തന്നെ കണ്ടിട്ട് പോയാൽ മതി എന്ന് തീരുമാനിപ്പിച്ചിട്ടുള്ള ഒരു ഡയറക്ടർ റൈറ്ററാണ് നമ്മുടെ കൂടെ ഉള്ളത്. കേരള ക്രൈം ഫയൽസ് സീസൺ 2 റൈറ്റർ ബാഹുൽ രമേശ്, ഡയറക്ടർ അഹമ്മദ് കബീർ. വെൽക്കം ടു റേഡിയോ മാംഗോ. ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസസ്, ക്രിട്ടിക്കൽ അക്ലെയിം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത് ഈ ഒരു സന്തോഷത്തിൽ ഇരിക്കുമ്പോൾ? ഭയങ്കര സന്തോഷം. അതായത് നമ്മളിത് ഇറങ്ങി ആ ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് 2 പേർക്കും കോളുകളും മെസ്സേജും, നമുക്ക് 2 പേർക്ക് മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ആർട്ടിസ്റ്റ് എല്ലാവർക്കും, ചെറിയ റോൾ ചെയ്തവർക്കും എല്ലാം, ടെക്നിക്കൽ ക്രൂവിൻ്റെ എല്ലാവർക്കും വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര സന്തോഷത്തിലാണ്. ആക്ച്വലി ഒരു ടീം വർക്ക് പോലെ എല്ലാവർക്കും അപ്രീസിയേഷൻസ് കിട്ടുന്നുണ്ട്. ഒരു ടീം എഫേർട്ടിന്റെ വിജയം കൂടെയാണ്. അത് ഉറപ്പായിട്ടും. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ കൊളാബറേറ്റീവ് വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് അഹമ്മദ് കബീറിനെ എപ്പം കണ്ടാലും. ഒരു ടീം ഉണ്ടെങ്കിൽ ആ ടീം തന്നെ ആയിരിക്കും അടുത്ത ടീമിലേക്ക് വരുന്നത്. അത് നോക്കുമ്പോഴത്തേനും ബാഹുൽ രമേശ് എന്ന് പറയുന്ന ഒരു റൈറ്റർ, പുതുതായിട്ട് വരുന്ന ഒരു റൈറ്റർ ആസ് ഈ ഒരു ടീമിലേക്ക്, അതിപ്പം നമ്മൾ ഈ നോക്കുമ്പോൾ ഈ ക്രെഡിറ്റിൽ പുതിയതായിട്ട് വന്നേ ഉള്ളൂ. നേരത്തോട്ടേ അറിയാം. അതാണ് ചോദിക്കാൻ പറ്റുന്നത്, എന്താണ് ഈ ബന്ധം? അല്ല, കോളേജ് ഞങ്ങൾ പഠിച്ച ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബാഹുൽ, ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നു. പിന്നെ ഞങ്ങളുടെ ഇടയിൽ കുറേ കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. എൻ്റെ DOPയും ബാഹുലും എല്ലാം ഫ്രണ്ട്സാണ്. അപ്പോൾ നമ്മൾ അന്ന് തൊട്ടേ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. പിന്നെ കോവിഡ് സമയത്ത് നമ്മൾ കുറേ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തിട്ടുണ്ട്. ഇവൻ കിഷ്കിന്ദാനന്ദം ഞാൻ വായിച്ചിട്ടുണ്ട്, ബാഹുൽ വായിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ടേ അറിയാം. നമ്മൾ അന്നേ പറയുന്നുണ്ട് എന്തെങ്കിലും വർക്ക് ചെയ്യണോ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പോൾ ബാഹുൽ ഒരു പടത്തിൽ ഇതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ആയിരിക്കും. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സീസൺ 2 ഇത് വന്നപ്പം അത് നമ്മൾ പെട്ടെന്ന് ബാഹുലിനോട്, അതായത് എഴുതാൻ വേണ്ടി ഞാൻ ചോദിക്കുമായിരുന്നു. അന്ന് ഞാൻ ചോദിക്കുന്ന സമയത്ത് കിഷ്കിന്ദാനന്ദൻ്റെ ഷൂട്ടിലായിരുന്നു ബാഹുൽ. റിലീസൊന്നുമില്ല, ഷൂട്ടിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു. അതിന് 1ന്റെ റൈറ്റർ ആക്ച്വലി അവൻ്റെ ഒരു മാരേജ് കാര്യം വന്നപ്പോൾ അവനിങ്ങനെ ഒരു ബ്രേക്ക് എടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ടീമിൽ ഒരാൾ മാറുമ്പം ഞാൻ അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് തന്നെ പോകണം. അപ്പോൾ വേറെ ആരും നമ്മൾ ചിന്തിച്ചില്ല, നമ്മൾ ബാഹുലിനെ തന്നെയാണ് വിളിച്ച്. അപ്പോൾ അവൻ അപ്പം തന്നെ ഉറപ്പായിട്ടും വരാമെന്ന് പറഞ്ഞു. പിന്നെയാണ് ആ ജേർണി തുടങ്ങി. എങ്ങനെയാണ് ഈ ഒരു ടീമിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ആദ്യത്തെ ഒരു തോട്ട് പ്രോസസ്സ്? അഹമ്മദ്ക്ക് ഹോട്ട്സ്റ്റാർ കൊടുത്തിരുന്ന സമയം 1 മാസമായിരുന്നു. അതായത് എന്നെ വിളിക്കുന്ന ഡേ തൊട്ട് അടുത്ത 1 മാസത്തിനുള്ളിൽ, 30 ദിവസത്തിനുള്ളിൽ ഏതൊരു ഡേറ്റിനാണ് അഹമ്മദ്ക്ക് അടുത്ത് പോയിട്ട് ഒരു ഐഡിയ പിച്ച് ചെയ്യണം എന്ന് പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് എന്നെ വിളിക്കണേ. ആ 30 ദിവസത്തിനുള്ള ഒരു ഐഡിയ പോയിട്ട്, ആ പറഞ്ഞ പർട്ടിക്കുലർ ഡേറ്റിന് പോയിട്ട് ഐഡിയ പിച്ച് ചെയ്താൽ മതി. സ്ക്രിപ്റ്റ് ഡെവലപ്മെന്റിന് പിന്നെ ഒരു 3-4 മാസം വേണമെങ്കിൽ കിട്ടും, ലാവിഷായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് ഈ ഐഡിയ ഉണ്ടാക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് അങ്ങനെ കഥയായിട്ട് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ, ആലോചിച്ചുണ്ടാക്കാൻ അറിഞ്ഞൂടാ. ഓർഡറിൽ സീൻ വൈസ് ടൈപ്പ് ചെയ്ത് പോകുമ്പോൾ അത് എന്തായിട്ട് ഉണ്ടായി വരുന്നു അത് ആയാലായി എന്നുള്ള രീതിയിൽ ഓർഗാനിക് ആയിട്ടുള്ള അങ്ങനെ പോവാറ്. അപ്പോൾ ഈ പറഞ്ഞത് ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ള കൺസേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഹമ്മദ്ക്കയുടെ സമയം നഷ്ടപ്പെടുത്തരുത്, രണ്ടിലൊന്ന് തീരുമാനമാക്കണം. അപ്പോൾ എത്രയും പെട്ടെന്ന് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതിയിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ആയിട്ട് എഴുതിയിട്ട് കൊടുക്കുക. ഇനി പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും ഇനി അടുത്ത വേറൊരു റൈറ്ററിനെ കൺസൾട്ട് ചെയ്യാനുള്ള ഒരു ബഫർ ടൈമും കൂടെ പുള്ളിക്ക് കിട്ടിക്കണം. അല്ലാതെ 30 ദിവസം കൊടുത്തു ഹോട്ട്സ്റ്റാർ, ഞാൻ അതിൽ 29 ദിവസവും ഞാൻ എടുത്തിട്ട് എഴുതിയിട്ട് പുള്ളിക്ക് അത് വർക്കായില്ലെങ്കിൽ പിന്നെ പുതിയൊരു കഥ കണ്ടുപിടിക്കാൻ എൻ്റെ സമയമില്ല. അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന കൺസേൺ. അതുകൊണ്ടാണോ ഈ 10 ദിവസത്തിനുള്ളിൽ തീർത്തത്? തീർന്നു പോയതായിരിക്കും. എല്ലാം ഈ ടൈം കൺസ്ട്രെയിന്റിൽ മാത്രം. കിഷ്കിന്ദ 8 ദിവസത്തിൽ തീർക്കുന്നു, KCF 2 10 ദിവസത്തിൽ തീർക്കുന്നു. എന്താ ഇങ്ങനെ? KCFിനെ ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, ആ ഡെസ്പറേഷനിൽ പുള്ളിക്ക് ബുദ്ധിമുട്ടാവരുത്, ബാധ്യതയാവരുത്, പ്രഷറിലാവരുത് എന്നുള്ളതുകൊണ്ട് അതിന്റെ ഒരു ഡെസ്പറേഷനിലുള്ള ഒരു ഓട്ടം ഉണ്ടായിരുന്നു. എത്ര വേണ്ട ആസ് ഏർലി ആസ് പോസിബിൾ 2-1 തീരുമാനിക്കുക എന്നുള്ളത്. കിഷ്കിന്ദ പിന്നെ വേറെ പ്രഷർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഉള്ളതായിരിക്കും. ആരെയും ഒന്നും ബോധിപ്പിക്കാനൊന്നും ഇല്ല, വെറുതെ ടൈം പാസ്. അത് എത്രയും പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാൽ എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ വെറുതെ ഇരിക്കാമല്ലോ എന്നുള്ള രീതി. ഈ 10 ദിവസത്തിന്റെ ഇടയിൽ എത്ര ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യും? ഒറ്റ ഡ്രാഫ്റ്റ് ആണോ നമ്മൾ കാണുന്നത്? എന്റെ പൊന്നോ, സൂപ്പർ സാധനമായിരിക്കും അല്ലേ. ഒരുപാട് അപ്രീസിയേഷൻ കിട്ടുന്നു. ഓൾസോ ബാഹുൽ രമേശ് ആദ്യം എഴുതിയതാണെങ്കിലോ കിഷ്കിന്ദ കാണ്ഡം ത്രില്ലർ, വീണ്ടും വരുന്നത് ഒരു ത്രില്ലർ. ഈ ഒരു ജോൺറ നിൽക്കാനാണോ? അങ്ങനെയില്ല, അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല ബ്രോ. ഒരു പ്ലാനും ഇല്ല, ഒരു ലോങ് ടേം പ്ലാൻസും ഇല്ല. അങ്ങനെ ആംബിഷ്യസ് ആയിട്ട് അങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കണം എന്നുള്ള വിഷ് ലിസ്റ്റുകളും ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇൻസ്റ്റിങ്ക്റ്റീവ്ലി തോന്നുന്നത് അതിനനുസരിച്ച് അതിന്റെ പിന്നാലെ പോവുക, പോണ വഴിക്ക് പോവുക, ബാക്കി വരുന്നിടത്ത് വെച്ച് കാണാം. കിഷ്കിന്ദയുടെ ടൈമിൽ പറഞ്ഞിരുന്നു ഫാദറിനെ വായിപ്പിച്ചായിരുന്നു. ഇത് അങ്ങനെ ആരെങ്കിലും? അച്ഛൻ തന്നെ ആയിരിക്കും ഫസ്റ്റ് റീഡർ. അപ്പോൾ ഇതിൽ ആക്ച്വലി അച്ഛനെ ഡിപ്പെൻഡ് ചെയ്ത വലിയൊരു ഘടകം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സീരീസിന്റെ ഡ്യൂറേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇത് അഹമ്മദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ എപ്പിസോഡും. സീസൺ 1 അങ്ങനെയായിരുന്നു,
ഏകദേശം ഒരു ആവറേജ് ഓൺ ആൻ ആവറേജ് 30 മിനിറ്റ്സ് അതെ. ഡ്യൂറേഷൻ ആയിരുന്നു. ഫൈനൽ എപ്പിസോഡ് കുറച്ച് ലോങ് ആയാലും കുഴപ്പമില്ല, ഉം. മറ്റെല്ലാം ഓൺ ആൻ ആവറേജ് 30 നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞല്ലോ എനിക്ക് കഥയില്ല, ആ. ഓർഡറിൽ എഴുതി പോകുമ്പോൾ. അപ്പോൾ ഫസ്റ്റ് എപ്പിസോഡ് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇതൊന്ന് ജഡ്ജ് ചെയ്യണം, മെഷർ ചെയ്യണം. അപ്പോൾ ഞാൻ എഴുതിയ ഞാൻ തന്നെ വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ റൺ ടൈം അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഫ്രഷ് റീഡർ തന്നെ വേണം. അപ്പോൾ ആസ് യൂഷ്വൽ എന്ത് ഏതായാലും അച്ഛനാണ് ആദ്യം വായിക്കാൻ കൊടുക്കാറ്. എന്ന് വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡ് അച്ഛന് വായിക്കാൻ കൊടുത്തു, എന്നിട്ട് ഡ്യൂറേഷൻ നോട്ട് ചെയ്ത് പറയാൻ പറഞ്ഞു. അച്ഛനത് വായിക്കാൻ എടുത്ത സമയം തന്നെ ആയിരിക്കും ഏകദേശം റണ്ണിങ് ടൈമായിട്ടും വരിക. അപ്പോൾ അച്ഛനടുത്ത് 25 മിനിറ്റ് ആയിരുന്നു. ആക്ച്വലി ഇപ്പോൾ എപ്പിസോഡ് 1 ഡ്യൂറേഷൻ ഏകദേശം 25 മിനിറ്റ് ആണ്. അപ്പോൾ ആ ഡ്യൂറേഷൻ കിട്ടിയപ്പോൾ എനിക്കൊരു ആങ്കറേജ് കിട്ടി. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 40 പേജസ് ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് എപ്പിസോഡ്. അപ്പോൾ പിന്നെ അടുത്തടുത്ത എപ്പിസോഡുകളിലേക്ക് പോകുമ്പോൾ എനിക്ക് അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ എത്ര പേജായി, 36 പേജായോ ആണോ, ഓക്കെ, അപ്പോൾ ഇനി ഒരു 5-6 പേജിനുള്ളിൽ ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായി, കൺക്ലൂഡ് ചെയ്യാനായി എന്നൊരു ജഡ്ജ്മെന്റ് കിട്ടും. എന്ന് വെച്ചാൽ മാൻഡേറ്ററി ആയിട്ട് 40 ഒതുക്കണം എന്നൊന്നല്ല, മോറലെസ് ഒരു 5 പേജസിന്റെ ബഫർ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 4 പേജ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഒരു 5 പേജ് കൂടിയാലും കുഴപ്പമില്ല, എനിവേ വിത്തിൻ 30 മിനിറ്റ്സിനുള്ളിൽ തന്നെ വരുത്താവുന്നതാണെന്നുള്ളൊരു ജഡ്ജ്മെന്റ് കിട്ടി. അപ്പോൾ അങ്ങനെ അച്ഛനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ കുറെ കഴിഞ്ഞ വട്ടത്തെ പോലെ നേരത്തെ പറഞ്ഞ് ഇതൊക്കെയാണ് പോസിബിൾ ഐഡിയാസ്, എന്നാൽ ഇത് ഉപയോഗിക്കേണ്ട ആ രീതി വല്ലതും വന്നോ? അങ്ങനെ ഇതിങ്ങനെ അതിപ്പോ ഫസ്റ്റ് അത് കിഷ്കിന്ധയുടെ കാര്യത്തിൽ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഉള്ളപ്പോഴായിരുന്നു അങ്ങനെ പോയത്. ഇതിന് അങ്ങനെ ഇല്ലല്ലോ, ഒരു 6 എപ്പിസോഡ് ഓരോന്നും ഓരോ സെഗ്മെന്റ് ആണല്ലോ. ആ രീതിയിൽ പോയില്ല. പക്ഷെ അച്ഛനിപ്പോ എഴുതി തുടങ്ങണതിന് മുന്നേ ഒക്കെ ഞാനിങ്ങനെ എന്തെഴുതും ഒരു അന്തവും ഇല്ലാതെ ഇങ്ങനെ വെറുതെ റൂമിലിരിക്കുന്ന സമയത്ത് ഒന്നും എഴുതി തുടങ്ങിയിട്ടില്ല കേട്ടോ. അപ്പൊ അച്ഛൻ വന്ന് പറയാം, നീ എന്തായാലും പോലീസ് കഥയിൽ എഴുതണേ. അതെ, അപ്പൊ അതിൽ CCTV പരിശോധിക്കുന്നത് എന്തായാലും കാണുമായിരിക്കുമല്ലോ അല്ലേ? ഞാൻ പറഞ്ഞു കാണുമായിരിക്കും, ഒഴിവാക്കാൻ ഒരു മാർഗ്ഗമില്ലല്ലോ, ഒഴിവാക്കാൻ മാർഗ്ഗം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, നീ ചെയ്തോ, പക്ഷെ ദയവ് ചെയ്ത് അതിൽ സൂം ചെയ്തേ പോസ്റ്റ് ചെയ്തേ ഈ 2 ഡയലോഗുകൾ ആരും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ഒബ്വിയസ്, നമ്മളെപ്പോഴും കേൾക്കുന്ന ഒരു ഒബ്വിയസ് യൂസേജ് ആയതുകൊണ്ട് അത് പറ്റുകയാണെങ്കിൽ ഒഴിവാക്കൂ എന്നുള്ള രീതിയിലാണ് അച്ഛൻ ഹിന്റ് ചെയ്തത്. അതുകൊണ്ട് വേറെ തന്നെ ഒരു ഫോർമാറ്റിലാണ് CCTV ഉപയോഗിച്ചിരിക്കുന്നത്. അതെ, അത് ഒരു ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഐഡിയ കൊണ്ടാണല്ലോ. ഉറപ്പായിട്ടും അത് എനിക്ക് അതന്നെ അതൊരു ട്വീക്ക് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് എന്തായാലും മാറ്റി നിർത്താൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരു അന്വേഷണം പറയുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ടും പോലീസുകാരുടെ ചിന്ത ആ വഴിക്ക് പോയേ പറ്റുള്ളൂ. പക്ഷെ അതൊരു നോട്ട് ടു ഡു സംതിങ് ഫോർ ദ സേക്ക് ഓഫ് ഡൂയിങ് ഇറ്റ് എന്ന് പറയുന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ CCTV പരിശോധിക്കുന്ന ഒരു രംഗം ലോജിക്കലി കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഒബ്ലിഗേഷന്റെ പുറത്ത് ചെയ്യേണ്ടി വരുന്നതല്ലാതെ നമ്മുടേതായിട്ട് മാത്രമായിട്ടുള്ള ഇൻഡിജിനസ് ഒരു ഐഡന്റിറ്റി, നമ്മുടെ സീരീസിന്റെ മാത്രമായിട്ടുള്ള ഒരു വ്യക്തിത്വമുള്ള ഒരു സീക്വൻസ് ആയിട്ട് അതിനെ എങ്ങനെ മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ഒരു അറ്റംപ്റ്റ്, ശ്രമം എന്നുള്ള ഭാഗമായിട്ടാണ് അത് ഇങ്ങനെ ട്വീക്ക് ചെയ്താലോ എന്ന് ആലോചിച്ചത്. പിന്നെ അങ്ങനെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അച്ഛൻ പറഞ്ഞ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൂം ചെയ്തേ പോസ്റ്റ് ചെയ്തേ എന്നുള്ളത് ഉപയോഗിക്കാണ്ടിരിക്കണേ എന്ന് പറഞ്ഞാൽ ആ അത്തരത്തിലുള്ള കുറെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ ഇങ്ങനെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ സാർ വിളി പരമാവധികൾ ഒഴിവാക്കുക, സല്യൂട്ട് പരിപാടികൾ പരമാവധി ഒഴിവാക്കുക. പിന്നെ ഞാൻ ഫണ്ടമെന്റലി മനസ്സിൽ വെച്ചിരുന്ന എഴുതി കഥ പോലും ആലോചിക്കുന്നതിന് മുന്നേ ആദ്യമേ ആലോചിച്ചത് ഇതിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു വാക്ക് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞൊരു നിർബന്ധം മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വെച്ചാൽ പോസ്റ്റ്മോർട്ടം എന്ന് പറഞ്ഞൊരു വാക്ക് വരുമ്പോൾ അതിനോടനുബന്ധിച്ച് കാലാകാലങ്ങളായിട്ട് നമ്മളെപ്പോഴും നമുക്ക് ഒബ്വിയസ് ആയിട്ട് വരുന്ന കുറേ ഡയലോഗ്സും സിറ്റുവേഷൻസ് ഉണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നോ, എപ്പോൾ വരും, വന്നതിൽ ഇന്ന സമയത്താണ് മരണം, 9:30 10 ഇടയിലായിരിക്കും മരിച്ചിട്ടുണ്ടാവും, ആ സമയത്ത് ഇവിടെ മഴ പെയ്തിരുന്ന, അവസാനം വന്നവരാര്, ആദ്യം വന്നവരാര്, ഓടി കണ്ടതാരാണ്, ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു മാൻഡേറ്ററി ഒബ്ലിഗേഷൻ പോലെയുള്ള ഒരു സീരീസ് ഓഫ് ഫോർമാറ്റ് സിറ്റുവേഷൻസ് ഉണ്ട്. അത് ഇതിലേക്ക് ആഡ് ആകുന്നതാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, മെയിൻ പ്ലോട്ടിലേക്ക് ആഡ് ആവുന്നതാണെങ്കിൽ കുഴപ്പമില്ല. അത് ആഡ് ആവുന്നതല്ലാതെ ഒരു സീരീസ് അല്ലെങ്കിൽ ഒരു നാരേറ്റീവിന്റെ ഒബ്ലിഗേഷൻ പോലെ അത് ഫോളോ ചെയ്യുന്ന രീതിയിൽ വേണ്ട എന്നുള്ളതുണ്ടായിരുന്നു. അതുകൊണ്ട് ആരും അത് പരമാവധി ഒഴിവാക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അതൊന്നും പിടിച്ചിട്ടില്ല. ഈ കൺവെൻഷണൽ റൂൾസ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ട് ഒരു സ്ക്രിപ്റ്റ് നമ്മുടെ കൈ കൊണ്ടുവരുമ്പോൾ എങ്ങനെയാണ് ആസ് എ ഡയറക്ടർ എടുക്കുന്നത്? ഫസ്റ്റ് സീസൺ കഴിഞ്ഞപ്പോൾ നമ്മൾ ഫസ്റ്റ് സീസൺ ചെയ്യുമ്പോൾ ഇവൻ നമുക്കും അറിയായിരുന്നു, കാരണം അതിന്റെ പ്ലോട്ട് ഭയങ്കര സിംഗിൾ പ്ലോട്ടാണ്, നമുക്ക് ടൈം വളരെ കുറവായിരുന്നു. ഇത് അവർ അപ്രൂവലും തന്നു. ഏകദേശം ഒരു 4 എപ്പിസോഡിന്റെ കണ്ടന്റേ ഉള്ളായിരുന്നു. നമ്മൾ മേക്കിങ്ങിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നു 6 എപ്പിസോഡ് ആക്കാൻ. പക്ഷെ അത് അത്യാവശ്യം നമ്മൾ ടെക്നിക്കലി ഭയങ്കര നന്നാക്കണമെന്നുള്ളൊരു ഭയങ്കര ഇതുണ്ടായിരുന്നു. അത്യാവശ്യം നല്ലപോലെ അത് ഹിറ്റായി. ഇപ്പോൾ സെക്കൻഡ് സീസൺ വന്നപ്പോൾ നമുക്ക് ആദ്യം ആലോചിച്ചത് തന്നെ ഫസ്റ്റ് സീസണിലുള്ളതെല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്യരുത്, എന്തെങ്കിലും ഒരു സംഭവം കൊണ്ടുവരണം, ഈ പറഞ്ഞ മൾട്ടി ലെയേഴ്സ് വേണം, അങ്ങനത്തെ ഇത് എന്തായാലും ഉണ്ടായിരുന്നു. ഞാൻ ബാഹുലിനോട് സ്ക്രിപ്റ്റ് എഴുതാൻ പറയുമ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആകെ 1 ക്യാരക്ടേഴ്സ് വരണം, പിന്നെ ഒരു പുതിയ ക്യാരക്ടർ ഇൻട്രോ ഉണ്ട്. ഇത് രണ്ടുപേർ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ സ്ക്രിപ്റ്റാണ് നിങ്ങൾ ആക്ച്വലി ഇപ്പം കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ എല്ലാം ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഒബ്വിയസ്ലി നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് എനിക്കും ഡൗട്ട്സ് ഉണ്ടായിരുന്നു. ഞാനും അവനോട് ചോദിച്ചു. സ്ക്രിപ്റ്റ് മൊത്തം കിട്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഡിസ്കഷൻ ഇരുന്നത്. അപ്പോൾ ആ ഡൗട്ടുകളെല്ലാം കഴിഞ്ഞ് ഈ 2-3 ദിവസം ഞാൻ വായിച്ചിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ വിളിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഈ 3 ദിവസത്തിൽ ഈ പറഞ്ഞ ഇപ്പം എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ എന്ത് ഫീലാണോ അതാണ് ഞാൻ അന്ന് വായിച്ചു കഴിഞ്ഞ ഒരു 3 ദിവസത്തെ എനിക്ക് കിട്ടിയത്. പല ചോദ്യങ്ങളും അല്ലെങ്കിൽ ഒന്നുകൂടെ പോയി അത് വായിച്ചു നോക്കിയിട്ട് അതിന്റെ ആൻസറും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വരുമല്ലോ. ഇത് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി എനിക്ക് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെയാണ് ഇത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ റിസൾട്ട് ഞങ്ങൾക്ക് ആർക്കും അറിയത്തില്ല, എന്താ ഇത് വിജയിക്കുമോ അതൊന്നും അറിയത്തില്ല. പക്ഷേ ഞങ്ങളുടെ ഫിലിമോഗ്രഫിയിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു സാധനം ട്രൈ ചെയ്തു. ഒരു ഒറിജിനൽ സാധനം പോലെ ഒരു സാധനം നമ്മൾ ട്രൈ ചെയ്യുവാണ്. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് നേരം മനസ്സിൽ നിൽക്കണം, ഇങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്ക് വരുമല്ലോ. അങ്ങനെ ചെയ്തൊരു പ്രൊജക്ട് ചെയ്തു. മനസ്സിൽ നിൽക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്. അതാണ് എൻ്റെ അടുത്ത ചോദ്യം. സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഡയറക്ഷനെ കുറിച്ച് പറയുമ്പോഴും ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്, ഒരുപാട് ഇമോഷണൽ ഹുക്കുള്ള ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്.
പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഒരുപാട് അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നില്ല. ഒരുമാതിരി സ്പൂൺ ഫീഡ് ചെയ്യാത്ത രീതിയിലാണ് പല കഥകളും പല ലേയേഴ്സും പറഞ്ഞു പോകുന്നത്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കമന്റ്സും വരുന്നത്. സ്പൂൺ ഫീഡിങ് ഇല്ലാത്ത ഒരു സീരിയസ് ആയിട്ട് അതൊരു കോൺഷ്യസ് ഡിസിഷൻ ആയിരുന്നു, ഇത് ഇങ്ങനെ മതി. ഓൾറെഡി അവനത് ആലോചിച്ചുകൊണ്ടായിരിക്കും അങ്ങനെ എഴുതിയത്. ഓൾറെഡി ആ സ്ക്രിപ്റ്റിനകത്ത് അങ്ങനെ തന്നെയാണ്. പിന്നെ ഈ ആൾക്കാരുടെ ഇന്റലിജൻസിന് നമ്മൾ ചോദ്യം ചെയ്യാൻ പോവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെറുതെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അതിൽ നിന്നുള്ളൊരു കണക്ഷൻ വിടുമെന്നാണ് നമ്മൾ ചില ഫിലിം കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമല്ലോ. ആ സാധനം ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പൊ വായിക്കുമ്പം ഇത് ഓൾറെഡി അങ്ങനെ എഴുതിയേക്കുന്നത്. അങ്ങനത്തെ എഴുതുന്നതിന് മുന്നേ അവനുണ്ടായിരുന്നു അവൻ പറയണത്. ഉണ്ടായിരുന്നോ? അങ്ങനെയുള്ള സിനിമകൾ കാണാനോ ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം. അധികം സ്പൂൺ ഫീഡ് ചെയ്യാത്ത കുറച്ച് നമുക്കും കൂടെ ആലോചിക്കാൻ ഇത് വെച്ചിട്ട് ഒരു മനസ്സിലാവാത്തതെന്നല്ല ഉദ്ദേശിച്ചത്, നമുക്കും കൂടെ അതിൽ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ വെറുതെ എല്ലാം പോസ്റ്ററിൽ എഴുതി ഒട്ടിച്ച് നമ്മുടെ നെറ്റിൽ ഒട്ടിച്ച് കാണിച്ചു തരുന്ന പോലെ കണ്ടു ടാറ്റ ബൈ ബൈ ഗുഡ് ബൈ പറഞ്ഞു പോകുന്നല്ലാതെ കണ്ടു കഴിഞ്ഞിട്ടും കുറച്ചു നേരം കൂടെ അതിന്റെ ഡീറ്റെയിലിങ്ങുകളെ കുറിച്ച് ആലോചിക്കാനോ അതിനൊക്കെ ഇഷ്ടമാണ്. അപ്പൊ അങ്ങനത്തെ വർക്കുകൾ ഇപ്പോൾ സിക്കാരിയോ എന്നൊക്കെ പറഞ്ഞ പടങ്ങളൊക്കെ, ഡെന്നി വില്ലനുവയുടെ മിക്ക പടങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. സിക്കാരിയോ, അറൈവൽ, പ്രിസണേഴ്സ് അതൊക്കെ ഭയങ്കര ഇഷ്ടം. സോഡിയാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫിഞ്ചറിന്റെ പടങ്ങൾ അങ്ങനത്തെ ഒക്കെ ഇഷ്ടമാണ്. അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ ഇഷ്ടം, അതിനോടുള്ളൊരു താല്പര്യമൊക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ട്. അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്. അതിനോടുള്ളൊരു ആഗ്രഹം, ആസ്പിറേഷൻ ഒക്കെ ഉണ്ടാവുമായിരിക്കും. അതിന്റെ ആയിരിക്കും. ഇത് പറഞ്ഞു വന്നപ്പോഴും പ്രസ്റ്റീജ് ആണ് ഫേവറേറ്റ് മൂവി. ഉറപ്പായിട്ടും. അപ്പം അത് പറയണ്ടേ, അതിനെ കുറിച്ചൊന്നും പറയാതെ എന്നാ പിന്നെ ബാക്കി കണ്ടുവരും. എന്തായാലും ഇത്ര എത്തി. അങ്ങനെ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ പടം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോ പ്രസ്റ്റീജ് ആണ് ഓൾ ടൈം ഫേവറേറ്റ് പടം. എനിക്ക് ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ നമ്പർ ഓഫ് ടൈംസ് കണ്ടിട്ടുള്ളതും പ്രസ്റ്റീജ് ആയിരിക്കും. വെറുതെ ഇരിക്കുമ്പോഴൊക്കെ പ്രസ്റ്റീജ് ആണ്. അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ ആ ഒരു സീൻ ഓഫ് പടങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ ഈ ഒരു എഴുത്തിൽ ഇമ്പാക്ട് ചെയ്യാറുണ്ടോ? അതെനിക്ക് അറിഞ്ഞൂടാ അതിന്റെ അതല്ല, പക്ഷെ അത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്യും. ഇൻസ്പയർ എന്താ വെച്ചാല് അവരതിലിടുന്ന എഫേർട്ടാണ് ഇൻസ്പയർ ചെയ്യുന്നത്. ഇപ്പൊ പ്രസ്റ്റീജ് ഒക്കെ അറിഞ്ഞൂടാ, നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തെറ്റും, നമ്പർ എത്ര തവണ കണ്ടു എന്നുള്ളത്. അപ്പൊ ഓരോ തവണ ഇപ്പൊ കാണുമ്പോഴായാലും നമ്മൾ ഇതുവരെ തൊട്ട് മുന്നത്തെ തവണ കണ്ടിട്ടില്ലാത്ത, ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഏതെങ്കിലും ഡീറ്റെയിലുകൾ, ഈ സീനിൽ ഈ ഡയലോഗ് പറഞ്ഞിരിക്കുന്നത് ആ സീനിലേക്കുള്ള ഹിന്റിനാണല്ലേ എന്നുള്ളതൊക്കെ ഒത്തിരി കണക്ഷൻസ് ഇപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇന്ന് പോയി ഞാൻ കണ്ടു കഴിഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എന്തെങ്കിലും അതിൽ ഇപ്പോഴും കാണും. അപ്പോൾ അത്രയും മെറ്റിക്കുലസ് ആയിട്ടുള്ള എഫേർട്ട് അവർ അതിനകത്ത് ഇത്രയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ഒരു ഫിലിം മേക്കർ ആൻഡ് അതിന്റെ ഓൾ ക്രൂ, റൈറ്റർ ആയാലും ഡയറക്ടർ ആയാലും ഒക്കെ. നമ്മൾ ഈ പറഞ്ഞ എന്താണ് ടു ഫാൾ ബാക്ക് ഓൺ സംതിങ് വെരി കൺവീനിയന്റ്, അങ്ങനെ തടി കഴിച്ചലാക്കി പോവുക എന്ന് പറയുന്ന രീതിയിൽ സേഫ് സോങ് കളിച്ച് ആരിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടണ്ടേ, അങ്ങനെ രക്ഷപ്പെട്ടിട്ട് നമുക്ക് എവിടെ എത്താൻ പറ്റുക? പിന്നെ അതുകൊണ്ട് നമുക്ക് തന്നെ നമ്മളെ തിരിഞ്ഞു നോക്കാൻ വേണം. നമുക്ക് തന്നെ എന്താണ് മോശം തോന്നുന്ന രീതിയിൽ ചേട്ടാ അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്ന രീതിയിലോ കുറ്റബോധം തോന്നുന്ന രീതിയിലുള്ള ഒരു വർക്ക് നമ്മുടെ ഫിൽമോഗ്രഫിയിൽ വരരുതെന്നായിരിക്കുമല്ലോ എല്ലാവരും ആഗ്രഹിക്കുക. അതേ ആഗ്രഹങ്ങൾ തന്നെയാണ് നമുക്കുള്ളത്. അപ്പം ഇത് തന്നെ ഇപ്പൊ ഇത് എങ്ങനെ നേരത്തെ അഹമ്മദ് പറഞ്ഞ പോലെ തന്നെ ഇത് എങ്ങനെ സ്വീകരിക്കും, ഇത് നല്ലതായിരിക്കും മോശമായിരിക്കും, അങ്ങനെയുള്ള ഔട്ട്കമ്മിനെ കുറിച്ച് വറി ചെയ്യാതെ നമ്മൾ ഒരു എഫേർട്ട് ജെന്യുവിൻലി ഒരു നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഒറിജിനാലിറ്റി, ഒരു വ്യക്തിത്വം, ഒറിജിനാലിറ്റി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, പൊളിറ്റിക്കലി വേറെ പ്രശ്നങ്ങൾ വേണ്ട, നമ്മുടേതായിട്ടുള്ള ഒരു എക്സ്പ്രഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ചു. അത് കണ്ടിട്ട് ആൾക്കാർ ഇനി ഇത് വർക്ക് ആയില്ലെങ്കിൽ പോലും കുഴപ്പമില്ലടാ, അവരെന്തൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി ഒരു എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അത് കിഷ്കിന്ധയുടെ സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു. എനിക്കത് ആരെങ്കിലും അവരെന്തോ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, എന്തോ ഒന്ന് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്, ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്കാം എന്നുള്ള രീതിയിലുള്ള 100-ൽ 51 മാർക്ക് തന്നാൽ പോലും ഞങ്ങൾ ഹാപ്പിയാണ് എന്നുള്ള രീതിയിലുള്ള മൈൻഡ് സെറ്റിലാണ്. അതെ, സേഫ് കളിച്ചിട്ട് 100 അടിക്കാതെ 90 അടിക്കാതെ കുറച്ച് എന്തോ ജെനുവിൻലി എന്തോ ഒരു എഫേർട്ട് ഇട്ടിട്ട് പാസ് മാർക്ക് കിട്ടി കഴിഞ്ഞാലും ഹാപ്പി. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്ത് പറയാൻ തോന്നുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടത്തുന്നതെല്ലാം പല റെഡിറ്റിലോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ ആയിട്ടുള്ള ഡിസ്കഷൻസ് ആരെങ്കിലും നടന്നൊക്കെ പരിചയക്കാരെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരും. അപ്പോൾ അതിൽ പിന്നെ ചിലർ ഇങ്ങനെ ഡൗട്ട് ചോദിക്കുമ്പോൾ അതെങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നുള്ള ഡൗട്ട് ചോദിക്കുമ്പോൾ ചിലർ അതിനെ ആൻസർ ചെയ്യുന്നത് വളരെ അസാൾട്ടായിട്ട് ആൻസർ ചെയ്യേണ്ടത്. ഇതിലെന്ത് ഇത്ര മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം, ഈ എപ്പിസോഡിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നിനക്ക് മനസ്സിലായില്ല, ഇത് നീ കേട്ടില്ലേ, അതല്ലേ ഇങ്ങനെ പറഞ്ഞത്, അതുകൊണ്ടല്ലേ ഇവിടെ അങ്ങനെ ചെയ്തത്, അത് നിനക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് വളരെ നിസ്സാരമായിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന ഒത്തിരി മറുപടികൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, ചിലർക്ക് മനസ്സിലാവുന്നുണ്ട്, ചിലർക്ക് അല്ല അതുകൊണ്ട് അത് വളരെ അനായാസമായിട്ടാണ് പറയുന്നത്. വലിയ ഇത് മനസ്സിലാക്കാൻ എന്ത് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുള്ളത്, ഇത് ഇത്രയല്ലേ ഉള്ളത്, വളരെ എവിഡന്റ് ആയിട്ട് അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഭയങ്കര കോംപ്ലക്സിറ്റി ഒന്നും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ വളരെ നിസ്സാരമായിട്ട് അവരങ്ങനെ കൊടുത്തു വെച്ചിട്ടുണ്ട്. മേ ബി നമ്മൾ ഒത്തിരി സ്പൂൺ ഫീഡ് ചെയ്ത് നമുക്ക് ഇതൊന്നും മനസ്സിലാവില്ലായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര എക്സ്പ്ലിസിറ്റ് ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഈ തരത്തിൽ ഇപ്പൊ അഭിപ്രായപ്പെട്ടവരെ ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ആയിപ്പോലെ. ഇത് ജെനുവിൻലി അവർക്ക് അതെല്ലാം മനസ്സിലായ ആൾക്കാരെ അവർ വിചാരിക്കില്ല, എടാ ഞങ്ങൾക്ക് മനസ്സിലായടാ, നീ ഇങ്ങനെ ഞങ്ങളെ പൊട്ടനാക്കല്ലേ എന്നുള്ള രീതിയിൽ അവർ നമ്മളെടുത്ത് ചോദിക്കുന്ന രീതിയിലാവുമല്ലോ. മനസ്സിലായി, ആദ്യമേ മനസ്സിലായി, അത് അവിടെ ഇരിക്കട്ടെ. ആ ലാംഗ്വേജുകൾ ഉണ്ടല്ലോ, അവരെ ഒട്ടും അങ്ങനെ വലിയ ഇതിന് വലിയ റോക്കറ്റ് സയൻസ് ഒന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ഡിസ്കഷനിൽ പോലും കമന്റ് സെക്ഷനിൽ. അതുകൊണ്ട് ഇപ്പം ഇന്ന ആൾ എന്ത് ചെയ്ത് ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യന് താഴെ വേറെ ആൾക്കാർ തന്നെ ആൻസേഴ്സ് പറയുവാണ്, പല രീതിയിലും വരുന്നുണ്ട്. അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഓക്കെ കണ്ടോ, അത്
നമ്മൾ ആലോചിച്ച സാധനം വർക്കൗട്ട് ആവുന്നുണ്ടല്ലോ എന്ന് ഓർത്ത് ഭയങ്കര ഇനി നമ്മളായിട്ട് പറയാനും നിൽക്കണ്ട, അവർ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്. അതും രസമുള്ള വേർഷൻസും ഉണ്ട് actually, അല്ലേ? പല നല്ല versions വേർഷൻസ് ഉണ്ട്. അതാ ചോദിക്കാൻ വന്നേ. ഇനി വേറെ വല്ല വേർഷൻ കണ്ടപ്പോഴത്തേനും ആ. ഇത് കൊള്ളാലോ, ഇത് നമ്മൾ ആലോചിക്കാത്തൊരു സാധനമാണല്ലോ. ഉണ്ട് അങ്ങനത്തെ കുറെ ഉണ്ടോ? കാര്യങ്ങളുണ്ട്. അതും വളരെ കൺവിൻസിംഗ് ആയിട്ടുള്ള വേർഷൻസും ഉണ്ട്. ആ. വളരെ കൺവിക്ഷനോടുള്ള വേർഷൻസ് ഉണ്ട്. ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എനിക്ക്. ഞാൻ ചോദിച്ചാൽ ചോദിച്ചാൽ പറയുമോ? ഞങ്ങൾ മറുപടി അതാ, അറിയില്ല. എന്നാ പിന്നെ വെറുതെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ.